ഹലോ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ വീണ്ടും വീണ്ടും മലയാളികൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നല്ലവരായ ഒരുപാട് മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ 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 നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഇന്നലെ ഓൾറെഡി ഞാൻ സംസാരിച്ചതാണ്. ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീ ഫീഡ് ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ താഴെ വന്ന് മോശം കമന്റ് ഇട്ട ഒരു അമ്മാവനെ ആൾക്കാർ എന്താണോ ആൾ അർഹിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു മരുന്ന് കാര്യങ്ങൾ കൊടുത്ത് ആളുടെ അസുഖം ഇന്നലെ തന്നെ ഭേദമായി എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കുറച്ച് പേര്, എനിക്ക് സുബിൻ എന്നാണ് തോന്നുന്നു പേര്, സുബിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതേപോലെ തന്നെ ഫീഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ കുട്ടികൾക്കും കൂടെ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവനും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിലധികം. അപ്പം അവൻ ഓൾറെഡി അവൻ്റെ എന്താ പറയുക ഫേസ് കാണിച്ചൊരു അപ്പോളജി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പം അവൻ പറയുന്നത് വയനാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു, മീമായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വയനാടുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു പോസ്റ്റിൻ്റെ താഴെ ഞാൻ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആള് തന്നെ ആളുടെ ഫേസ് അങ്ങനെയായിരിക്കാം. ഇപ്പം ആരാണോ അവനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന സാധനം നീ ഇങ്ങനെ ചെയ്താൽ ഓക്കെയാണ്, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ അമ്മാവന് കിട്ടിയ മരുന്ന് ഇവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ മരുന്ന് വേണോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ച സമയത്ത് അവൻ വിചാരിച്ചിട്ടുണ്ടാവും മരുന്നിനേക്കാൾ ബെറ്റർ ഇതാണ് എന്നുള്ളത്. അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് മീമുകളിലും ട്രോൾ പേജുകളിലും വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ മാത്രമല്ല ഇതിലും മലയാളികൾ അടിപൊളിയാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്നലെ ഞാനൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പെട്രാക്സിനോടാണ് അങ്ങനെ ഒരു സാധനം ഒരാൾ ഫേക്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യനല്ലേ അല്ലേ. ആള് ചോദിച്ചെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പ്രളയം വന്നു, അതായത് ഉരുൾപൊട്ടലും കാര്യങ്ങളിലും പെട്ട് ക്യാമ്പിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക്, ഈ പറയപ്പെട്ട അയച്ച വ്യക്തിക്ക് അവരിൽ ആരെങ്കിലും ഒരാളെ കൂടെ കിടക്കാൻ ഏർപ്പാടാക്കി തരികയാണ് എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ്. ഇവനെയൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാം പേപ്പട്ടിക്കുണ്ടായവൻ എന്നല്ലേ. ഇവൻ പ്രസവിച്ചതായിരിക്കില്ല, തൂറിയതായിരിക്കും. നായി തൂറുമ്പോൾ ആ കൃമിന്നുണ്ടായി മനുഷ്യനായി പോയതായിരിക്കും ഇവൻ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരാള് പ്രസവിച്ച അല്ലെങ്കിൽ നിന്നെയൊക്കെ തീർച്ചയായിട്ടും ഇവൻ തൂറിയതാണ്. ഇവൻ നായി തീട്ടത്തുനിന്നുണ്ടായ കൃമി ആണിവൻ. അല്ലാണ്ട് ഇപ്പം ഇവനെന്നാ പറയല് അല്ലേ. ഇത്രയും ആൾക്കാർ, ഒരു പറ്റം ജനങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. രാത്രിയെന്നില്ല പകലെന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ പറയുക ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ അവരുടെ എന്താ പറയുക ജീവൻ തന്നെ പണയപ്പെടുത്തി അവിടെ ഒരുപാട് ആൾക്കാർ, അങ്ങനെ ഉള്ള കുറച്ച് മനുഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചില നായ്ക്കളും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നേ? അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതെങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നേ? ഇങ്ങനെ ഒരു സാധനം അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെയോ സ്ത്രീകളെയോ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. സ്റ്റോറി കഴിഞ്ഞു, അവിടെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പെട്രാക്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ തച്ചുണ്ടല്ലോ, ഓൻ എന്താ പറയുക, ഓൻ ഇനി ഒരു നോർമലി ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ പാടത്ത് വെച്ച ഒരു കോലിന് ചാരി ചുറ്റിയതാണെങ്കിലും കാണുമ്പോൾ അവന് പേടിയാവണം. അങ്ങനെ ആരെങ്കിലും ദയവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്രാക്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും നിങ്ങൾക്ക് തരും. അങ്ങനെ കണ്ടുപിടിക്കാൻ അത് വലിയൊരു ഉപകാരമായിരിക്കും. അത് ആ പേപ്പട്ടിക്കുണ്ടായവൻ ആരാണെന്നുണ്ടെങ്കിലും ദയവ് ചെയ്ത് കണ്ടുപിടിച്ചോ, അവൻ്റെ കണ്ണ് തച്ച് പൊളിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മെസ്സേജ് അവൻ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് വെരി 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 ബാഡ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഏകദേശം ആൾക്കാരും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയോ ആണ് നീതു എന്ന് പറയുന്ന ഒരു ആളുടെ. അപ്പം റീസെൻ്റ്ലി ഇപ്പം അറിഞ്ഞിട്ടുള്ളത് ആളുടെ ബോഡി കിട്ടി, ആൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഈ ദുരന്ത വിവരം ലോകത്തെ അറിയിച്ചത് അല്ലെങ്കിൽ പുറത്തറിയിച്ചത് ഈ നീതു എന്ന് പറയുന്ന ആളാണ്.
ആളൊരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആളുടെ ഒരു ഫോൺ സംഭാഷണവും കാര്യങ്ങളൊക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് സംസാരിച്ച ആളിനെ, അതായത് ആ കോളിൻ്റെ ഓപ്പോസിറ്റ് നിന്ന ആളിനെ ഒരുപാട് പേര് എന്താ പറയുക നെഗറ്റീവായിട്ട് പറയുന്നത് കേട്ടു. അതിലൊരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പാനിക്കായി നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന ഒരാളോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേ ടോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും പാനിക് ആവുകയാണ് ചെയ്യുക. അത് വിചാരിച്ചിട്ടാവാം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അത്രയും കാം ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് അറിയുന്നുണ്ടാവില്ല ഇത്രയും വലിയൊരു സാധനം, ഇത്രയും വലിയൊരു ദുരന്തമാണ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. ആൾ പറയുന്നുണ്ട് മൊബൈൽ യൂസ് ചെയ്യേണ്ട, ചാർജ് കളയണ്ട, പിന്നെ ബാക്കിയുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്നും ഒക്കെ. കാരണം മേ ബി ഇത്രയും ഒരു ആഘാതമുണ്ട് എന്നുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാവാം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വ്യക്തിയും ഒരാൾ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ ആളിനെ സഹായിക്കണ്ട, അല്ലെങ്കിൽ ആ ആളിനോട് കുശലം ചോദിച്ചിരിക്കാമെന്ന് ആരും വിചാരിക്കും എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അവരെ വീണ്ടും പാനിക് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവാം ആ ഒരു സിറ്റുവേഷൻ അത്രയും വേഴ്സ്റ്റ് ആണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാവാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറേ ആളുടെ കമൻറ്റും കാര്യങ്ങളും ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന നീതു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേരുടെ ലൈക്ക് അവരെ കൊണ്ട് പറ്റുന്നവരുടെ ജീവൻ രക്ഷിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ആ ഒരു വോയിസ് പുറത്തു വന്നതുകൊണ്ടാണ് സ്പോട്ടിൽ തന്നെ ഇത് പുറത്തറിയാനും അവിടെ രക്ഷാപ്രവർത്തകരെത്താനും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനും. ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ, നീതു അത് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പം ഇത്രയും ആൾക്കാർക്ക് അവിടെ എത്താൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് പേരുടെ ജീവൻ കൂടി പൊലിഞ്ഞു പോയേനെ. രക്ഷാപ്രവർത്തകരെ നമ്മൾ എന്താ പറയുക തൊഴുതേ പറ്റുള്ളൂ കേട്ടോ ഇവരെ. ആദ്യം, അതായത് ഈ ഒരു സംഭവം പറഞ്ഞാൽ ആദ്യം ഒന്നും ചിന്തിക്കാണ്ട് ഒക്കെ അവിടെ എത്തിയ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ദൈവമാണ്, നിങ്ങളാണ് ദൈവം. പിന്നെ നമ്മൾ എവിടെയൊക്കെ ചോദിച്ചു ദൈവത്തെ കണ്ടിട്ടുണ്ട്, ഇവർക്കൊക്കെ നിങ്ങളാണ് ദൈവം, അവർക്ക് നല്ല, നമ്മൾക്ക് എല്ലാവർക്കും നിങ്ങളാണ് ദൈവം. പിന്നെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വയനാട്ടിലേക്കും വിലങ്ങാടേക്കും കോഴിക്കോടുള്ള കുറ്റിയാടി അവിടേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അത് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എല്ലാവരും അതിൻ്റെ പിന്നിൽ തന്നെയാണുള്ളത്. ഉറങ്ങാതെ പിന്നെ പല സ്ഥലങ്ങളിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെ എല്ലാവരും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളില്ലേ, നമ്മൾ മലയാളികൾ ഇതാണ്. നമ്മൾ ഒത്തുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമില്ല നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങളും ഇന്നലെ ഇവിടെ നിന്ന് ഓഫ് റോഡേഴ്സ് അവർ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി കളക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ നെക്സ്റ്റ് ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമ്മളത് എത്തിക്കാമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ബാക്കി ഇപ്പം ഞാൻ പറയട്ടെ, മഴ ഇന്നും എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള മഴ കാര്യം ഇവിടെയില്ല. കാസർഗോഡ് നമ്മുടെ ഭാഗത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാൽ പോലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലീവ് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടികളെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുക. തോട്ടിലും അവിടെ ഇവിടെയൊക്കെ കളിക്കാൻ പോവാൻ, വെള്ളത്തിലൊന്നും കളിക്കാൻ പോകാണ്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. കുട്ടികളെ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കുക. കുട്ടികൾ പിന്നെ മക്കളുടെ അടുത്ത് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കണ്ണ് വെട്ടിച്ച് ഒക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ദയവേത് ശ്രദ്ധിക്കുക. കുട്ടികൾ മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് താഴത്ത് വന്ന് കുരയ്ക്കുന്ന ആൾക്കാരോടാണ് ഒരു പരിധി വരെയൊക്കെ ഞാൻ കേട്ടു നിൽക്കും, അല്ലെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കും. അതിര് കവിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വീഡിയോസ് മാത്രം ചെയ്തിരിക്കുന്നതല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുള്ളത്. അതുപോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കമൻ്റ് ഇടാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളെക്കൊണ്ട് ഇത് മാത്രമേ പറ്റുള്ളൂ. ഈ കമൻ്റ് ഇട്ട് കൊണക്കാൻ മാത്രമേ നിങ്ങളെക്കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ മാന്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ വന്നിരുന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വന്നിരുന്ന് കമൻ്റ് ഇടുക. ഒരു പരിധി വരെയൊക്കെ ഞാൻ കേട്ടു നിൽക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ 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 മോശമായിട്ടുള്ള രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. വെറുതെ നിങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ പറയിപ്പിക്കരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം നമുക്കൊരു പരിധിയില്ലേ അല്ലേ? അവിടെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ കമൻ്റ് ഇടുന്ന സമയം കൊണ്ട് നിങ്ങൾ അടുത്തുള്ള കളക്റ്റീവ് പോയിന്റ് പോയി കുറച്ച് സഹായവും കാര്യങ്ങളോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും.